പുതുവർഷ ദിനമായ ജനുവരി 1-നാണ് കോടിയേരി ബാലകൃഷ്ണനും ആർ ബാലകൃഷ്ണനും തമ്മിൽ രഹസ്യ ചർച്ച നടന്നത്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത ദിനം എന്ന പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട്. കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറിയും പിള്ളയുടെ അടുത്ത ബന്ധുവുമായ ശരണ്യ മനോജും ഈ ചർച്ചയിൽ പങ്കെടുത്തു. ടെലിഫോൺ വഴിയുള്ള നിരന്തര ആശയവിനിമയത്തിന് ശേഷമായിരുന്നു നേരിട്ടുള്ള ചർച്ച. കെ.ബി. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചതോടെ യു.ഡി.എഫുമായി തെറ്റുനിൽക്കുന്ന ആർ ബാലകൃഷ്ണപിള്ളയെ എൽ.ഡി.എഫിലേക്ക് കൊണ്ടുവരുന്ന കാര്യമായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന വിഷയം. യു.ഡി.എഫ് മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്കും ഒരു കേന്ദ്രമന്ത്രിക്കും ചില എം.എൽ.എമാർക്കുമെതിരെ ഗുരുതരമായ പരാമർശങ്ങളുള്ള സരിതാ നായരുടെ കത്ത് ബാലകൃഷ്ണപിള്ളയുടെ കൈവശമുള്ളതുകൊണ്ടാണ് CPM ഇത്തരമൊരു നീക്കത്തിന് ഇറങ്ങിപ്പുറപ്പെട്ടത്. പിള്ളയുടെ കൈവശമുള്ള കത്ത് പുറത്തായാൽ സർക്കാർ നിലംപൊത്തുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. കത്ത് കൈമാറണമെങ്കിൽ തന്നെ എൽ.ഡി.എഫിൽ എടുക്കണമെന്നായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ ഉപാധി. വിശദമായ ചർച്ചയ്ക്ക് ശേഷം പിരിയുമ്പോൾ പിള്ളയെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ CPM-ന് തടസ്സമില്ലെന്ന സന്ദേശമാണ് നൽകിയത്. പാർട്ടിക്കുള്ളിലും ഘടകകക്ഷികളുമായും ചർച്ച നടത്തിയിട്ട് അന്തിമ തീരുമാനം പറയാമെന്നും ബാലകൃഷ്ണപിള്ളയെ അറിയിച്ചിരുന്നു. തുടർന്ന് CPM നേതാക്കൾ CPI നേതൃത്വവുമായി ബാലകൃഷ്ണപിള്ളയുടെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് സംസാരിച്ചു. ഇതിന് സമാന്തരമായി ബാലകൃഷ്ണപിള്ളയും CPIയിലെ പ്രധാന നേതാക്കളുമായി സംഭാഷണം നടത്തി. ജനുവരി 5-ന് നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന സന്ദേശവും കേരള കോൺഗ്രസ് ബി നേതൃത്വത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം CPM-ന്റെ ഭാഗത്തുനിന്ന് അനക്കമൊന്നുമില്ല. പിള്ളയെ മുന്നണിയിലെടുക്കുന്നത് പാർട്ടിക്കകത്ത് പ്രശ്നമാകുമെന്ന വിലയിരുത്തൽ CPM പിന്മാറിയെന്നാണ് സൂചന. ദീർഘകാലം കേസ് നടത്തി ആർ ബാലകൃഷ്ണപിള്ളയെ ജയിലിലടപ്പിച്ച പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ എതിർപ്പ് ഭയന്നാണ് CPM-ന്റെ ഈ പിന്മാറ്റം. പിള്ളയെ മുന്നണിയിലെടുക്കുന്നതിന് VS പ്രതികരിച്ചാൽ അത് തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെയും ബാധിക്കുമെന്ന് CPM നേതൃത്വം കണക്കുകൂട്ടുന്നു. ആർ ശ്രീജിത്ത്, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.